എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രതിഭ ക്യൂസ് LP-UP വിഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. CH മുഹമ്മദ് കോയ ജനിച്ച വർഷമേത്? 1927. CH മുഹമ്മദ് കോയ ജന്മദിനം എന്നാണ്? ജൂലൈ 15. കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു CH മുഹമ്മദ് കോയ? 10ാമത്തെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ CH മുഹമ്മദ് കോയ ഏത് സ്ഥാനമാണ് വഹിച്ചിരുന്നത്? കേരള വിദ്യാഭ്യാസ മന്ത്രി. CH മുഹമ്മദ് കോയയുടെ പ്രധാന കൃതികൾ ഏതെല്ലാം? ഞാൻ കണ്ട് മലേഷ്യ, ലിക്കായത്ത് അലി, എൻ്റെ ഹജ്ജ് യാത്രകൾ. ഏതു വർഷമാണ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയത്? 1979. CH മുഹമ്മദ് കോയ വഹിച്ച ചുമതലകൾ എന്തെല്ലാം? MLA, MP, ഉപമുഖ്യമന്ത്രി, മന്ത്രി, മുഖ്യമന്ത്രി, സ്പീക്കർ. CH മുഹമ്മദ് കോയയുടെ പൂർണ്ണനാമം എന്തായിരുന്നു? ചെറിയങ്കണ്ടി മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ മരണപ്പെട്ട വർഷമേത്? 1983 സെപ്റ്റംബർ 28. CH മുഹമ്മദ് കോയ മരണപ്പെടുമ്പോൾ വഹിച്ചിരുന്ന പദവി എന്തായിരുന്നു? ഉപമുഖ്യമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. CH മുഹമ്മദ് കോയ രചിച്ച ആദ്യ പുസ്തകമേത്? ലിക്കായത്ത് അലി ഖാൻ. നിയമസഭാ നടപടികളെക്കുറിച്ച് CH മുഹമ്മദ് കോയ രചിച്ച പുസ്തകമേത്? നിയമസഭാ ചട്ടങ്ങൾ. CH മുഹമ്മദ് കോയ കേരള നിയമസഭാ സ്പീക്കറായപ്പോൾ എത്ര വയസ്സായിരുന്നു? 34. CH മുഹമ്മദ് കോയയുടെ സ്പീക്കറായ വർഷമേത്? 1961. CH മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? KM സീതി സാഹിബ്. CH മന്ത്രിസഭയിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 6. CH മുഹമ്മദ് കോയ ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത മന്ത്രിസഭയിലെ വകുപ്പ് ഏതായിരുന്നു? വിദ്യാഭ്യാസം. CH മുഹമ്മദ് കോയ ഏത് തൂലികാനാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത്? MK അത്തോളി. അത്തോളി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. ആരുടെ രാജിയെ തുടർന്നാണ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത്? PK വാസുദേവൻ നായർ. CH മുഹമ്മദ് കോയയുടെ ജന്മദേശം എവിടെയാണ്? അത്തോളി. CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായ സമയത്ത് മുഖ്യമന്ത്രി ആരായിരുന്നു? K കരുണാകരൻ. 1,00,000-ൽ എത്ര പൂജ്യങ്ങളുണ്ട്? 5. ഒരു വർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട്? 52. മനുഷ്യ ശരീരത്തിന് എത്ര ശ്വാസകോശങ്ങളുണ്ട്? 2. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡമേത്? ആഫ്രിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാര്? ചാൾസ് ബാബേജ്. ലോക സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 8. www എന്ന ഇൻ്റർനെറ്റ് പ്രീഫിക്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വേൾഡ് വൈഡ് വെബ്. 1928 പെൻസിലിൻ കണ്ടെത്തിയത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ആരാണ്? ബിൽ ഗേറ്റ്സ്. ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം? 1914. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടിൻ്റെ പേരെന്ത്? ആമസോൺ. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? അനിമോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ബാരോമീറ്റർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം? അമേരിക്ക. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം? അമേരിക്ക, ലോസ് ഏഞ്ചൽസ്. പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത്? 89.45 മീറ്റർ. 2023 മികച്ച തെങ്ങ് കർഷകനുള്ള കേരകേസരി പുരസ്കാരം? PT സുഷമ.
കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംവരണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതി വെളിച്ചം. വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി വിസ്താര. ജീവിതശൈലീ രോഗങ്ങളെ വരുതിയിലാക്കാനുള്ള ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതി ആയുഷ്മാൻ ഭവ. 2024 ബുക്കർമാൻ ടാഗോർ സ്മൃതി പുരസ്കാർ ജേതാവായ തമിഴ് സാഹിത്യകാരൻ കുറിഞ്ചി വേലൻ. ഓൺലൈൻ വഴി വരുന്ന വ്യാജവാർത്തകൾ പ്രതിരോധിക്കാൻ വേണ്ടി 5 മുതൽ 10 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടി സത്യമേവ ജയതേ. കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ച ആപ്പ് കതിർ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഇംഗ്ലണ്ടിൻ്റെ ഗ്രഹാം തോർപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച സാറ എബ്രഹാം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകല. നാടകവേദിയെപ്പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയതാരാണ്? കൈനിക്കര കുമാരപിള്ള. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത്? ഓടക്കുഴൽ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാര്? ഒ വി വിജയൻ. നിരൂപകനായി അറിയപ്പെട്ടിരുന്ന ജോസഫ് മുണ്ടേശ്ശേരിയുടെ ആദ്യകാല കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിൻ്റെ പേര് ചിന്താമാധുരി. തീക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആര്? പി കുഞ്ഞനന്ദൻ നായർ. കൈയും തലയും പുറത്തിടരുതേ എന്ന നാടകത്തിൻ്റെ കർത്താവ് ആര്? തോപ്പിൽ ഭാസി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? വാസന വികൃതി. പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? രവീന്ദ്രനാഥ ടാഗോർ. നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്ത്? ലോങ് വാക്ക് ടു ഫ്രീഡം. സ്വാതന്ത്ര്യ സമര കഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ഭാസി രചിച്ച നാടകം മൂലധനം. കാക്കേ കാക്കേ കൂടവിടെ എന്നു തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? വീണപ്പൂവ്. കോരൻ, ചിരുത, ചാത്തൻ കഥാപാത്രങ്ങളായി വരുന്ന കൃതി ഏത്? രണ്ടിടങ്ങഴി. വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിതയുള്ളത്? കഞ്ഞിക്കൊയ്ത്ത്. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യം ഏത്? ദുരവസ്ഥ. 23-ാമത്തെ വയസ്സിൽ കാൽനടയായി സബർമതിയിൽ എത്തി ഗാന്ധിജിയെ സന്ദർശിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആനന്ദതീർത്ഥൻ. ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനായ നടരാജഗുരു ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പുത്രനാണ്? ഡോക്ടർ പൽപ്പു. നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനായി 1935 പാലക്കാട് ജില്ലയിലെ കൊടുമുണ്ടയിൽ കോളനി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വി ടി ഭട്ടതിരിപ്പാട്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആര്? മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി. സാമൂതിരിമാരുടെ നാവിക സൈന്യാധിപന്മാർ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിൽ? കുഞ്ഞാലി മരയ്ക്കാർ. കേരളത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ നിലയം സ്ഥാപിച്ചത് ആര്? സ്വാതി തിരുനാൾ. അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ഐതിഹാസിക സമരം അറിയപ്പെട്ടിരുന്നത് പുന്നപ്ര വയലാർ സമരം. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മന്നത്ത് പത്മനാഭൻ. ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് ഏത്? പ്രതലബലം. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ഐസക് ന്യൂട്ടൻ.
ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം. വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് വാട്ട്. മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡെ. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? 1. ഒരു താമരക്കുളത്തിലെ താമരകളുടെ എണ്ണം ദിവസവും ഇരട്ടിയാകും. 7-മത്തെ ദിവസം താമരകൾ കൊണ്ട് കുളം പകുതി നിറഞ്ഞു. മുഴുവൻ നിറയാൻ എത്ര ദിവസം കൂടി വേണം? 1 ദിവസം. രാജു റേഷൻ കടയിൽ ക്യൂ നിൽക്കുകയാണ്. അവൻ മുന്നിൽ നിന്നും 10-മതാണ്, പിന്നിൽ നിന്നും 5-മതും. എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? 14. 0 കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ്? ഇന്ത്യക്കാർ. കേരള സംസ്ഥാന കായിക ദിനം എന്ന്? ഒക്ടോബർ 13. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പിയറി ഡി കുബർട്ടിൻ. കായിക പരിശീലനത്തിനുള്ള ഇന്ത്യയിലെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ആഷസ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഒളിമ്പിക് ഗെയിംസ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? 5 വളയങ്ങൾ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയത് ഏത് കായിക ഇനത്തിലാണ്? ജാവലിൻ ത്രോ. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. WHO യുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.